നിങ്ങളൊരു മന്തി അഡിക്റ്ററാണോ? മന്തി എന്ന ഫുഡ് നിങ്ങളുടെ ഫേവറേറ്റ് ഭക്ഷണമാണെങ്കിൽ പുതിയ പഠന റിപ്പോർട്ട് പ്രകാരം മന്തി വിത്ത് മയോണൈസ് കുഴച്ചിട്ട് നമ്മൾ അടിച്ചു മാറുന്ന മന്തി മാരകമായ അസുഖങ്ങൾക്ക് വരെ കാരണമാകുമെന്ന് പുതിയ പഠന റിപ്പോർട്ട് പുറത്തു വരുന്നു. എൻ്റെ പല ചലഞ്ച് വീഡിയോസുകളിലും ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ പറയുന്ന അധിക വീഡിയോസുകളിലും കുട്ടികൾ പോലും എന്നോട് റിക്വസ്റ്റ് ചെയ്തത് അൽഫാം മന്തിയാണ്. അത്രക്കും കുട്ടികളിൽ പോലും കൂടുതൽ ആകർഷണീയമാക്കപ്പെടുന്ന ഫേവറബിളായ ഫുഡായി മന്തി ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം മന്തി അഡിക്റ്റേഴ്സിന് അതിൻ്റെ പരിഹാര മാർഗവും സൊല്യൂഷൻസിനെ, ഈ പ്രോബ്ലംസിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് കൂടി ആ റിപ്പോർട്ടിൽ പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന്, നല്ലോണം സലാഡ് കഴിക്കുക. മന്തി കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് തുല്യം വരുന്ന രീതിയിൽ സലാഡ് കഴിക്കുക. മന്തിക്ക് കൊടുക്കുന്ന പൈസ പോലെ തന്നെ സലാഡ് സെപ്പറേറ്റ് വാങ്ങിയിട്ട് മന്തി കഴിച്ച ഉടനെ കഴിക്കാൻ ശ്രമിക്കുക. 2, മയോണൈസിൻ്റെ ആധിക്യം കുറക്കുക. മന്തി മയോണൈസ് മിക്സ്ഡ് ആയി കുഴച്ചിട്ട് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് മാരകമായ അസുഖങ്ങളാണ്. അതുകൊണ്ട് മന്തി കഴിക്കുന്നത് ഓക്കെ, അതിനോട് കൂടെ മയോണൈസിൻ്റെ ആധിക്യം കുറക്കുക. 3, നമ്മൾ മന്തി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഗ്യാസ് ട്രബിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടി കുടിക്കുന്ന ശീതളപാനീയങ്ങൾ, പെപ്സി, കൊക്കക്കോള പോലത്തെ മാരകമായ ശരീരത്തെ കാർന്ന് തിന്നുന്ന രീതിയിലുള്ള വെള്ളങ്ങൾ ഒഴിവാക്കുക. 4, നിങ്ങൾ നൈറ്റാണ് മന്തി കഴിക്കാൻ പോയതെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ അല്പം നടക്കുക. വിശ്രമത്തിന് വേണ്ടി ബെഡിൽ ചാടി കിടക്കരുത്. പ്രത്യേകിച്ച് ഫാമിലിയോട് കൂടെയാണ് നിങ്ങൾ രാത്രി മന്തി കഴിച്ചിട്ടുള്ളതെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ കപ്പാസിറ്റി പോലും നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുകയില്ല. സോ വെരി ഡേഞ്ചർ ആയിരിക്കും. 5, മന്തി കഴിച്ച ഉടനെ തന്നെ ടേക്ക് എ റെസ്റ്റ്. ഒരിക്കലും റെസ്റ്റ് എടുത്തു പോകരുത്. മന്തി എന്ന് മാത്രമല്ല, എന്ത് ഭക്ഷണമാണെങ്കിലും അത് കഴിച്ച ഉടനെ തന്നെ കിടന്നുറങ്ങിയാൽ മാരകമായ അതിഭയാനകരമായ കുംഭ പോലത്തെ അസുഖങ്ങൾക്ക് വരെ അത് കാരണമാകും. അതുകൊണ്ട് മന്തി അഡിക്റ്റേഴ്സ്, മന്തി ഫേവറബിൾ ഫുഡായ എല്ലാ വ്യക്തികളും, എല്ലാ പേഴ്സൺസും ഈ കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സുകൾ ഇത്തരം അഡിക്റ്റ് ആയവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം നമ്മെ സ്വയത്തെ കൊല്ലുന്ന, നാം തന്നെ വരുത്തി വെക്കുന്ന മാരകമായ അസുഖങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാൻ നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്.